ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇന്ന് നോമ്പെട്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നോമ്പ് എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പൊതുവേ സന്തോഷമുള്ള ദിവസമാണ്. പക്ഷേ പള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുള്ളൊരു സമയം തന്നെയാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം എത്രയും പെട്ടെന്ന് കലങ്ങിത്തെളിയുന്നു വളരെ ആത്മാർത്ഥമായിട്ട് ആശിക്കുക, പ്രാർത്ഥിക്കുക, അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എന്നും പറയും പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് കിച്ചണിലേക്ക് പോയത് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് പുറത്ത് വെക്കിയത് കറിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നൊന്നുമില്ല, അതിൻ്റെ തണുപ്പൊക്കെ പോകേണ്ടതെന്ന് വെച്ച് ജസ്റ്റ് എടുത്ത് പുറത്ത് വെക്കുന്നു. പിന്നെ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് മൈക്രോ ഗ്രീൻസ് കുറച്ചിട്ട് വെക്കണമെന്ന്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കൊക്കോപ്പീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ മണ്ണില്ലാണ്ട് കൊക്കോപ്പീറ്റ് ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്ന് കുറേ ദിവസമായി ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഏതായാലും ഒരു ട്രേയിൽ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അത് നന്നായി നനച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ സീഡ്സ് ഇട്ട് കൊടുക്കാം. 1-2 ദിവസം വെച്ച് മുള വന്നിട്ടിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുളച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വരുന്ന വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ വെച്ച് കവർ ചെയ്ത് കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു മൂലയിലേക്ക് ഇത് മാറ്റി വെക്കിയത്. പിന്നെ കോക്കോപ്പീറ്റ് വെച്ചും കുറച്ച് സീഡ്സ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊരു പാത്രത്തിലൊരു ചോക്ലേറ്റിൻ്റെ ടിന്നാണിത്. അപ്പോൾ അത് നന്നായി നനച്ചു കൊടുക്കുക കോക്കോപ്പീറ്റ് ഇട്ടിട്ട്. പിന്നെ ഞാനിതിന് സീഡ്സ് എടുത്തിരിക്കുന്നത് നമ്മളെ കടലയില്ലേ, പുട്ടിൻ്റെ കടല. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് ഇട്ടപ്പോൾ തന്നെ ചെറിയൊരു മുള വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പെട്ടെന്ന് മുളക്കുന്ന സാധനമാണ് ഈ ചെറുപയറും കടലെല്ലാം. അപ്പം നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചേ എടുത്തിട്ടുള്ളൂ. അവിടെ കൊക്കോപ്പീറ്റിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യണം ഈ ഒരു കാലത്തിൽ. ഈ ഒരു ജനറേഷൻ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാണ്ട് ചെടികളോട് ഇതിനെക്കൂടെയൊക്കെ കളിക്കാൻ മടിയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും പരിചരണം ആവശ്യമില്ല. കുറച്ച് കൊക്കോപ്പീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുക്കുക, സീഡ്സ് ഇടുക. ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അത് രണ്ടും മാറ്റി വെച്ച് ഇപ്പോൾ അടുത്ത പരിപാടി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യലാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കി ലാസ്റ്റാക്കി വെച്ചപ്പോൾ അതിന് തണുപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി അവിടെ ഫ്രിഡ്ജിൽ അവിടെ ആക്കി വെച്ചാൽ നല്ലോണം തണുക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാൽ ഒറ്റ കഷ്ണം പോലും ബാക്കിയാവില്ല ഫ്രൂട്ട്സിൻ്റെ. അതുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് എപ്പോഴും. അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആപ്പിൾ ഒരു കഷ്ണം എടുക്കും, മറ്റൊരു കഷ്ണം എടുക്കും, മോളോടെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതായാലും ഒരു ബൗളിൽ കൊടുത്താൽ അത് ഫുള്ളായിട്ട് അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതെല്ലാം മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അടുപ്പിൽ 2 സാധനം വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കുറച്ച് ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട്. അതുപോലെ തന്നെ ഒരു 4 മുട്ട അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, സ്നാക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് നടന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റർഡ് വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒന്നും ബദാമും കൂടി മിക്സ് ചെയ്തിടാൻ വിചാരിച്ചാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കാം. ബദാം നോമ്പിന് മുമ്പേ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വലിയ ചിലവില്ല, കാരണം കുട്ടികളൊന്നും അങ്ങനെ എടുത്ത് കഴിക്കുകയൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടത്. അപ്പോൾ ഇതാ കസ്റ്റാർഡ് ആക്കാൻ വേണ്ടി റെഡി ആയിരുന്നു. പാലെടുത്ത് തിളപ്പിക്കാം. ഇപ്പോൾ ഈ ചൂടുള്ള പാൽ തന്നെ ഞാൻ കുറച്ച് ഇതാ ബദാമിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഈ കസ്റ്റാർഡിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ കസ്റ്റാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബദാം മിൽക്കും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഒന്ന് കുറുക്കി ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിലേക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യാം. സാധാരണ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കില്ല നമ്മൾ ഒന്നുകിൽ കസ്റ്റാർഡ് നല്ല തിക്കായിട്ട് കുറുക്കിയിട്ട് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഐസ്ക്രീം വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ വളരെ റെയറായിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലും. അപ്പോൾ ഈ നോമ്പായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ ചൂടൊന്നും ആറിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച്. അപ്പോൾ ബദാമിൻ്റെ മിക്സുമായി അതുപോലെ തന്നെ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റുമായി നല്ല അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞ അത്ര വലിയ ടേസ്റ്റ് ഇല്ല. സാധാരണ നമ്മൾ കസ്റ്റാർഡ് വെച്ച് മാത്രം ആക്കുന്നതായിരിക്കും ടേസ്റ്റ് എന്നാണ്. അപ്പോൾ ഇനി ഏതായാലും ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നില്ല. മക്കൾക്കും മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് നല്ല ഇഷ്ടം. പിന്നെ എന്താ ചായൻ്റെ കടി ഉണ്ടാക്കാൻ വേണ്ടി മുട്ടയെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിളിക്കൂടാണ്. കിളിക്കൂട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കിളിക്കൂട് എന്നാണ് പറയൽ. അപ്പോൾ ഇതേതായാലും എങ്ങനെയാണ് കിളിക്കൂട് വരുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. ഉരുളക്കിഴങ്ങ് കൈവച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക, അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ 4 മുട്ടയാണ് ഞാനിട്ട് എടുത്തിട്ടുള്ളത്. അതിനെ 4ആയി കട്ട് ചെയ്തിട്ടിടുക. അപ്പോൾ സാധാരണ കിളിക്കൂട് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഫുള്ളായിട്ടങ്ങ് എടുക്കലാണ്. അപ്പോൾ കുറച്ച് സിമ്പിളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ഹെവി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 4 മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട മസാല ഇവിടെ 2 വലിയ ഉള്ളി, പിന്നെ 4 പച്ചമുളക്. ഇപ്പോൾ എന്താണെന്നറിയില്ല, പച്ചമുളകിന് തീരെ എരിവില്ല, കാണാൻ കുറച്ച് വലുതാണെങ്കിലും. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും, സാധാരണ നമുക്ക് മസാലക്ക് വേണ്ട സാധനം, അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാ പച്ചമുളകും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെറിയ ജാറിൽ. ഉള്ളി വഴറ്റിയെടുക്കുകയെന്ന്. അപ്പോൾ സാധാരണ നമ്മൾ വഴറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ പോരാ, നന്നായി ഒന്ന് വഴന്നിട്ടൊരു ഫ്രൈ പോലെ ആവണം. അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഉള്ളി നന്നായി ഒന്ന് വേവിച്ചത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ ഈ സ്പൈസസ് എല്ലാം ഇട്ടിട്ടും നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉപ്പും മഞ്ഞളും. പിന്നെ ഇല കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്, കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും. പിന്നെ നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാല ഒന്ന് ജസ്റ്റ് വറ്റി വരണം. നമുക്കൊന്ന് ഉണ്ട പിടിക്കാൻ, കയ്യിൽ ഉണ്ട പിടിക്കാൻ പാകത്തിൽ ഒന്ന് ഡ്രൈ ആവണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതിനായിട്ട് നല്ലത് ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി 4ആയി മുറിച്ചത്, പിന്നെ കുറച്ചൊന്ന് എണ്ണ എടുത്തിട്ടുണ്ട്, അത് കയ്യിൽ തടവിയിട്ട് ഒന്ന് പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ സേമിയ, ചെറിയ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ സാധാരണ ഇത്രയും നേരിയ സേമിയ അല്ല എടുക്കൽ, ഒരു മീഡിയം സൈസിലുള്ള സേമിയാന്ന് എടുക്കൽ ഇതിന്. അപ്പോൾ എൻ്റെത് കുറച്ച് ചെറുതായിപ്പോയി. പിന്നെ ഇതാ ഒരു മുട്ടയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് നെയ്യ് കൈക്ക് തടവിയിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഒന്ന് നന്നായി ഒന്ന് പരത്താം. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കുറച്ചൊന്ന് വെള്ളമായിട്ടുണ്ട്, പക്ഷേ ഇത്രയല്ല, നല്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടാൻ കഴിയും. അപ്പോൾ ഇതൊരു പീസ് മുട്ട അതിന് അകത്ത് വെച്ച് കൊടുത്തിട്ട് ഇതാ കായടയെല്ലാം ഉരുട്ടൂലേ, അതുപോലെ കൈ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിലാക്കുക, എനിക്കിതാ കായട ഉരുട്ടും പോലെയാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞാനിതാ മുട്ടയിൽ മുക്കി പിന്നെ നന്നായി സേമിയയിലും പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ അതിൽ പെട്ടെന്ന് തന്നെ പിടിക്കും, അറിയാലോ ഉരുളക്കിഴങ്ങല്ലേ. പിന്നെ സേമിയ ചെറുതായതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ തറച്ച് കയറിക്കോളും. അപ്പോൾ എൻ്റെ മിക്സ് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ ഇതാ കയ്യിൽ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മുട്ടയിൻ്റെ മിക്സിലും കൂടി മുക്കുമ്പോൾക്ക് കുറച്ചുകൂടി ഒന്നും നല്ലോണം സോഫ്റ്റായാണ്. അപ്പോൾ ഞാൻ പിന്നെ മുട്ട യൂസ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ, ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ അതിൽ മുട്ട എടുത്തുള്ളൂ. പിന്നെ നേരിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ കയ്യിൽ പിടിച്ച ഉണ്ട അങ്ങനെ തന്നെ സേമിയയിലിട്ടിട്ടൊന്ന് നല്ലോണം ഉരുട്ടിയടിക്കുക ചെയ്തത്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ പാനിലാന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെറിയ സേമിയ ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഇടുമ്പം തന്നെ അതിലുള്ള സേമിയയെല്ലാം സ്പ്രെഡ് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സേമിയ അല്ല വേണ്ടത്, ശരിക്കും കുറച്ച് വലിയ സേമിയ വേണ്ടത്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാം പോലെ നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് തൊടാൻ വേണ്ടിയിട്ട്. സേമിയ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറം കരിയും. പിന്നെ അതിൻ്റെ അകത്തൊന്നും വേവാനൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്, മുട്ട വേവിച്ചതാണ്. അപ്പോൾ ഇതാ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സേമിയ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ കിളിക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് എന്ന് പറയാനായില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മാവല്ല ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് ലൂസായതുകൊണ്ട് അത്ര ടൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആവുമായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ 8ാമത്തെ നോമ്പും വളരെ ഭംഗിയായിട്ട് തന്നെ
നന്നായിട്ട് തന്നെ കഴിഞ്ഞു. ഇതാ ഈ കാണുന്നില്ല ഈ ഒരു സ്പെഷ്യൽ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഫുൾ മുട്ടയിൽ ഒന്ന് പൊതിഞ്ഞ് അതൊന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതെൻ്റെ നെയ്ബർ സ്പെഷ്യലാണ്. അപ്പോൾ അവർ ഇന്ന് ഓൾമോസ്റ്റ് നമ്മളെ സെയിം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ടാങ്ക്, പിന്നെ അവക്കാഡോ ജ്യൂസ്, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ്, ഈ ചായക്കടികൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പത്തിലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നോമ്പല്ലേ പ്രത്യേകിച്ച്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പത്തിൽ തന്നെ ആയിരിക്കും. 1-2 ദിവസം മാത്രമേ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഇതാ പത്തിലെല്ലാം റെഡി. ഇപ്പം ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കാറില്ല തേങ്ങ അരച്ച കറിയോ മുളക് കറിയോ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ കറിയോ ഒന്നും അല്ല. ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്, അതും നല്ല സൂപ്പർ ടേസ്റ്റിയിൽ. ഇതാ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഇതാ കുറച്ച് കാഷ്യൂ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് ഇത് നിർബന്ധമാണ്, കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം നമുക്ക്. പിന്നെ ഇതാ നല്ല രസമല്ല ഇങ്ങനെ തേങ്ങ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്, അത് ഞാൻ 2 കെട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ്, തേങ്ങാപ്പാൽ നിർബന്ധമായിട്ട് വേണം ഇതിന്. അപ്പോൾ ഇതാ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചായതുകൊണ്ട് അതൊന്ന് ജ്യൂസിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഇളം ചൂട് വെള്ളത്തിലാണ് നമുക്കിത് തേങ്ങാപ്പാൽ എടുക്കേണ്ടത്, മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും നമുക്ക് ഫുള്ള് പാല് കിട്ടും അതിൻ്റെ. അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ അങ്ങനെ തന്നെ സാധാ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാൻ പാടില്ല. അത് പാൻ വെച്ച് ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഇടുന്നു. അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി ഏകദേശം ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഫ്രൈ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കൂടെ കുറച്ചധികം തന്നെ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും മസ്റ്റായിട്ട് ചേർക്കണം, നല്ലൊരു മണമായിരിക്കും. പിന്നെ ഇതാ ഫ്രഷ് ചിക്കൻ നേരത്തെ എടുത്ത് വെച്ചത് തണുപ്പെല്ലാം പോയി അതൊന്ന് നന്നായി കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ മസാലക്ക് വേണ്ട പൊടികൾ ഞാൻ 2 എണ്ണ ചേർക്കുന്നുള്ളൂ. ഒന്ന് ഉപ്പ്, പിന്നെ മഞ്ഞൾ, അത്ര മാത്രം മതി നമുക്ക്. പിന്നെ എരിവിന് ഇതിൽ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പച്ചമുളക് കുറച്ചധികം തന്നെ ഇടണം, ഒരു 4-5 എണ്ണം തന്നെ ഇടണം എരിവുള്ളത്. പിന്നെ മഞ്ഞൾ ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമുക്ക് കറി അതിന് ഇളക്കായിട്ടിടാം. പിന്നെ ഇതാ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത്, പിന്നെ നമ്മുടെ ചിക്കൻ കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മസാലൻ്റെ കൂടി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 തേങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നന്നായി കട്ടിയുള്ള പാൽ ആദ്യം മാറ്റി വെച്ച്, ചൂടുവെള്ളത്തിലായതുകൊണ്ട് തന്നെ നല്ല പാല് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2ാം പാൽ, കുറച്ചേ പാൽ വേണ്ടൂ. അപ്പം പാൽ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറുക്കി എടുക്കാനൊന്നും ഈ തേങ്ങാപ്പാൽ പറ്റൂല. അപ്പോൾ ഇത് 2ാം പാലിൽ കിടന്നിട്ട് ഈ ചിക്കൻ നന്നായി വേവണം. വെന്തതിന് ശേഷം നമുക്ക് ഈ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് 2ാം പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആ തക്കാളി ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്, ആദ്യം മസാലേൻ്റെ കൂടി ചേർക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ തക്കാളി നല്ല വെന്തൊടയേണ്ട ആവശ്യമില്ല. 2ാം പാൽ ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂ ഉണ്ടല്ലോ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച്, അതൊന്ന് നന്നായി അരച്ചെടുക്കുക 2ാം പാലിൽ. എന്നിട്ട് അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കാഷ്യൂ എന്തായാലും വേണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നേരത്തെ 1ാം പാലിൽ കിടന്നിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഇപ്പോൾ 2ാം പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് നമുക്ക് ഓഫ് ചെയ്യാം കറി. അപ്പോൾ ഇത് നമ്മുടെ പത്തിൽ അതുപോലെ തന്നെ ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, കാരണം നല്ല ടേസ്റ്റുള്ള കറിയാണ്. തേങ്ങാപ്പാൽ കുറുക്കിയെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു കറി പൂരീൻ്റെ കൂടെയും ഭട്ടൂറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളെ നോമ്പെട്ടിൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.